ഹലോ, എല്ലാവർക്കും ഡേയ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗി കൊണ്ട് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ റെസിപ്പിയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ 1 കപ്പ് മുത്താറിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ബദാം പൊടിച്ചതും അണ്ടിപ്പരിപ്പും കൂടി പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. ഇത് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. വറക്കാത്ത റാഗി ആണ് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചെറുതായി മുറിച്ച സവാളയും കുറച്ച് തേങ്ങ ചിരകിയതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെറുതായി ഉരുട്ടി അപ്പച്ചമ്പിൽ വെള്ളം വെച്ച് തിളച്ചാൽ അതിലേക്ക് ഉരുട്ടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ റാഗി കുഴച്ചത് ഉരുട്ടി ഇട്ട് കൊടുക്കുന്നത്. ഇത് മുഴുവനായും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. റാഗി കൊണ്ട് പലഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മിക്സ് ചെയ്ത് ചേർത്താൽ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. റാഗിയുടെ ആ ടേസ്റ്റ് കിട്ടുമ്പോൾ കുട്ടികളൊന്നും കഴിക്കാതിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുത്താൽ കുട്ടികളെല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ ഇതാ നമ്മളെ റാഗി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം.